Google Pixel 10 is better than Apple? ഓക്കെ, ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീസെൻ്റായിട്ട് ഗൂഗിള് 2 ക്യാമ്പയിൻ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ഇറക്കി. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ് നമ്മുടെ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഫീച്ചർ തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങിക്കുന്നു, ഇതുവരെയായിട്ട് ആ ഫീച്ചർ കമ്മിങ് സൂൺ ആണെന്ന് പറയുന്നു. ഒബ്വിയസ്ലി ആപ്പിൾ ഇൻ്റലിജൻസിനെ പറ്റിയാണ്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ് നിങ്ങൾക്ക് ഓൾഡായി, പുതിയ വെർഷൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഓൾഡായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണിന് അങ്ങ് മാറ്റിക്കൂടെ. അസ് എ ഫാൻ ബോയ് എനിക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് ഭയങ്കര രീതിയിൽ റിലേറ്റ് ചെയ്ത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കറക്റ്റ് കാര്യമാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ആപ്പിൾ ഇൻ്റലിജൻസിനെ പറ്റി പറയുവാണെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നോക്കണമെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഭൂലോകമൊക്കെ പൊട്ടയാണ്. സാംസങ്ങിൻ്റെയൊക്കെ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവും കാര്യങ്ങളൊക്കെ ഭയങ്കര പക്കയാണ്. പക്ഷേ ആപ്പിളിൽ ആ ഒരു ഫീച്ചറും കാര്യങ്ങളും ഇതുവരെ ഇല്ല. എൻ്റെ ഫോണിൽ അതില്ല, പക്ഷേ എൻ്റെ ലാപ്പിൽ അതുണ്ട്. അതൊന്നും ഭയങ്കര രീതിയിൽ ആക്യുറേറ്റ് ആയിട്ടില്ല. സോ അതിന് ഒരു ഡിസ്ലൈക്ക്. അതേ കണക്കിന് ഡിസൈൻ വേസ് സത്യം പറയാമല്ലോ, എനിക്ക് ആപ്പിളിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഈ 17 Pro ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെടില്ല. ഒരു പോക്കോ ടച്ചൊക്കെ ആപ്പിൾ പിടിച്ച് പണ്ടൊക്കെ എന്താ പറയുക, ആപ്പിൾ ഒരു ഡിസൈൻ എടുക്കി കഴിഞ്ഞാൽ അത് കോപ്പി അടിക്കാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ശരിക്കും പോക്കോ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അതേ കണക്കൊരു ഫോണുണ്ട്, ആ ഒരു ചിമ്പാറൊക്കെ ഉള്ളത് ആ ഒരു രീതിയിലുള്ള ഡിസൈനായി. ടു ബി ഫ്രാങ്ക് എനിക്കത് ഇഷ്ടപ്പെടില്ല. എനിവേ, നമ്മൾ ഇന്ന് August 20 ഇന്നാണ് ആപ്പിളിൻ്റെ പിക്സൽ സീരീസ് റിലീസാകുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫൈനൽ ടച്ച് ആയിട്ട് ഞാൻ ഒരു കാര്യങ്ങളൊക്കെ മാക്സിമം ഇത് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് ദ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഗൂഗിൾ പിക്സൽ 9ൻ്റെ സെയിം ഡിസൈൻ എന്താണോ ആ ഒരു ഫെമിലിയർ ഒരു പ്രീമിയം ക്ലാസി ഡിസൈനാണ് ഗൂഗിൾ പിക്സൽ 10ലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ രീതിയിൽ യാതൊരുവിധ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റൂമേഴ്സ് പ്രകാരം സ്ലിം സ്ലോട്ടിൻ്റെ സ്ഥലവും എന്ന് വെച്ചാൽ ആ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ വലിയ സ്പീക്കർ കട്ടൗട്ടും കാര്യങ്ങളൊക്കെയാണ്, അല്ലാതെ വേറെ രീതിയിൽ മേജറായിട്ടുള്ള രീതിയിൽ ഒരു ഡിസൈൻ ചേഞ്ച് അവർ കൊണ്ടുവന്നിട്ടില്ല. എനിവേ, ഗൂഗിൾ പിക്സൽ 9ൻ്റെ ഡിസൈൻ ടോപ്പ് നോച്ചാണ്. ശരിക്കും പറയാം ടോപ്പ് നോച്ചാണ്, ഐഡൻറ്റിക്കലാണ്, എല്ലാം ആണ്. ഈവൻ അത് തന്നെയാണ് ആപ്പിൾ 17 എയറിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് വലിയ രീതിയിലൊന്നും പറയാനില്ല. പിന്നെ കളർ ഈ റൂമർ പ്രകാരം ഒരു ലെമൺ ഗ്രീൻ എന്ന് വെച്ചാൽ നാരങ്ങ കണക്കുള്ള ഒരു കളർ, പിന്നെ ഇൻഡിഗോ, പിന്നെ വൈറ്റ്, ഒബ്വിയസ്ലി വൈറ്റ്, അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ കളർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് റൂമർ പ്രകാരം പ്രോ വേരിയൻസിലാണ് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കണ്ടുവച്ചാൽ സ്പെഷ്യൽ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂൺ സ്റ്റാർ ഓർ മൂൺ സ്റ്റോൺ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ കളർ. അത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. ആസ് മൈ പെർസ്പെക്റ്റീവ് എനിക്കിഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഒരു ഐഫോൺ 15ൻ്റെ പ്രോ വേരിയൻറ്റിലെ കളറിൻ്റെ ഒരു സിമിലർ ലുക്ക്. അപ്പോൾ ഡിസൈൻ ഇത്രയേ ഉള്ളൂ. ഡിസൈനിൽ ഇപ്പോഴും ആ ടോപ്പ് നോച്ച് പ്രയോറിറ്റി അവർ ബിൽഡ് ചെയ്യുന്നു. ഡിസൈൻ വൈസ് ഒരു പോയിൻ്റാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 17 പ്രോയുടെ ഡിസൈൻ വെച്ച് നോക്കണമെങ്കിൽ ഗൂഗിൾ പിക്സൽ ഈ സംവാദത്തിൽ വിജയിച്ചിരിക്കുകയാണ്. മൂവിങ് ടു ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് മനുഷ്യന് മുഖം എത്ര ഇമ്പോർട്ടൻ്റ് ആണോ, എനിക്ക് എൻ്റെ മുഖം എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേ കണക്കാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ. കാര്യം എന്ന് വെച്ചാൽ എത്ര കിടിലം ഹാർഡ്വെയർ ആയാലും, എത്ര കിടിലം ക്യാമറ ആയാലും, എത്ര കിടിലം പ്രൊസസ്സർ ആയാലും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തരാൻ ഡിസ്പ്ലേക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടുള്ളൊരു യൂസ് ഇല്ല. ഇപ്പോൾ പറയാം, നമുക്ക് വേറെ ഫയലിലോട്ടും എന്ന് വെച്ചാൽ വേറെ ഡിവൈസിലോട്ടും കാര്യങ്ങൾക്കും ഫോട്ടോ ഷെയർ ചെയ്യാമെന്ന് പറയാം. പക്ഷേ നമ്മുടെ ഒരു ഫോണിൻ്റെ എക്സ്പെക്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ കൺസേൺഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു പാർട്ട് ഡിസ്പ്ലേ ആണ്. ആ ഒരു കാര്യത്തിന് ഗൂഗിൾ അവരുടെ സ്റ്റാൻഡേർഡ് വിട്ട് കൊടുത്തിട്ടേ ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള പിക്സൽ 10ൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 300 Nits OLED 6.3 ഇഞ്ച് 120 Hz സപ്പോർട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. എങ്ങനെ 120 Hz സപ്പോർട്ടുള്ള, ഇപ്പോഴും ആപ്പിളിൽ 60 FPS നമ്മൾ കിടന്ന് കറങ്ങുവാണ്. അതൊരു വലിയ ഡിസ്പ്ലേക്കാണ്. இல்ல நீங்க ஏன் அங்கே உட்காந்துட்டீங்க? அப்படியே என் மடியிலே உட்காந்துக்கலாமே. ഓക്കെ, അടുത്ത് നമ്മുടെ പിക്സൽ പ്രോയിലും സെയിം ആണ്. പിക്സൽ പ്രോയിൽ എന്ന് പറയുമ്പോൾ 6.3 ഇഞ്ച് ഡിസ്പ്ലേ വിത്ത് LTPO ടെക്നോളജി എന്ന് പറയുമ്പോൾ 1 Hz to 120 Hz ആ ഒരു റിഫ്രഷ് റേറ്റ് അതിന് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. ബാറ്ററി കൺസപ്ഷനും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് സപ്പോർട്ടായ ഒരു HDR ഡിസ്പ്ലേ ആണ് ഗൂഗിൾ പിക്സൽ 10 പ്രോയിലും പ്രോ എക്സെല്ലും വരുന്നത്. എക്സെല്ലാവുമ്പോൾ 6.8 ഇഞ്ച് ഐ തിങ്ക് സോ, അല്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. കൊടുക്കുന്ന ഈ സെയിം ഫീച്ചർ കൊടുക്കുന്നുണ്ട്. അതിന് ഒരു 480 ഹെഡ്സിൻ്റെ ഒരു അഡാപ്റ്റീവ് ബൂസ്റ്റേഷൻ എന്നുള്ളൊരു ടെക്നോളജിയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഈ ഗെയിമേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ആ ഒരു എന്ന് വെച്ചാൽ ടച്ച് റിഫ്രഷ് റേറ്റ് ആയിരിക്കും അവർ
ഇവിടെ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസ്പ്ലേ ഇത് കിട്ടും. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അവർ ടോപ്പ് നോച്ച് പ്രയോറിറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ ഡിസ്പ്ലേയിലും 3000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നെസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉച്ചയ്ക്ക് സൂര്യൻ അത് ഉദിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേ അങ്ങ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് തെളിഞ്ഞ് കാണാം, നമ്മളെ കണ്ണ് ഇങ്ങനെ നിന്ന് പിളപിളാ മിങ്ങും. ആ ഒരു രീതിയിലാണ് ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. മോസ്റ്റ് എവേറ്റഡ് പാർട്ട് അല്ലെങ്കിൽ മോസ്റ്റ് എക്സൈറ്റഡ് പാർട്ട് ചിപ്സെറ്റ് ആൻഡ് പെർഫോമൻസ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഇറങ്ങാൻ പോകുന്ന ടെൻസർ G5 അവരെ പുതിയ ചിപ്സെറ്റ് ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഉണ്ടാക്കുന്നത് TSMC എന്ന് പറഞ്ഞ ചിപ്പ് മാനുഫാക്ചർ അവർ തന്നെ ഡിസൈൻ ചെയ്ത് ഗൂഗിൾ ഓൺ ഹൗസ് ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന ചിപ്സെറ്റാണ്. ഈ അവർ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്ന ചിപ്സെറ്റ് ഇതിന് മുന്നേയും അവരെ ഈ ഇതുമാണ് T1 മുതൽ ഈ T4 വരെയുള്ള ചിപ്സെറ്റുകൾ അവർ തന്നെയാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. കാര്യം എന്ന് വെച്ചാൽ അറിയാത്തവർക്കാണ് ഇത് മോസ്റ്റ് ഓഫ് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ആ മൂടിഞ്ഞ എക്സനോസിൻ്റെ പേര് മാറ്റി കൊണ്ടുവന്നതാണ്. We have different faces, but inside we are same, but different, but still same. പക്ഷേ ഇവിടെ ഇതാണ് ഗൂഗിൾ തന്നെയാണ് ചിപ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആപ്പിള് അവരാണ് ചിപ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും സീംലെസ് ആയിട്ട് ഉപയോഗിച്ച് പോകും. നമ്മുടെ സാംസങ്ങും അവരാണ് ചിപ്സെറ്റ് ബിൽഡ് ചെയ്യണം, പക്ഷേ അവർക്ക് ആ ഒരു പെർഫോമൻസ് ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുന്ന ഗൂഗിളാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ സൈഡ് ഇവിടെ പ്രതീക്ഷിക്കാം. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നമുക്ക് അങ്ങോട്ട് കടക്കാം. എനിവേ പെർഫോമൻസ് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ചിപ്സെറ്റ് ഈ ടെൻസർ G5 ഇറങ്ങാൻ പോകുന്നത് ഒരു 36% നമ്മുടെ T4-നെക്കാട്ടും 36% ഗ്രോത്തും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു ടോപ്പ് നോച്ച് പ്രയോറിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ GPU CPU മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ന്യൂറൽ ലിങ്ക് NPU ഇതിനെല്ലാം നല്ല രീതിയിൽ ഒരു അപ്ഗ്രേഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ വന്നിരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ബേസ് വേരിയന്റിൽ 12GB RAM, അവരുടെ ടോപ്പ് നോച്ച് വേരിയന്റിൽ സ്റ്റാർട്ടിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 60GB RAM, പിന്നെ UFS 3.2 സപ്പോർട്ട്, സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 9-ൽ മാത്രം 128GB സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പ്രോ വേരിയൻറ്റിലൊക്കെ അതെടുത്ത് കളഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഫോണുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് സ്റ്റോറേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മെയിൻ രീതിയിൽ ഫോക്കസ് ചെയ്യണം നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത്രയും കിടിലം പ്രോസസ്സിങ് യൂണിറ്റും കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന വീഡിയോസിനൊക്കെ അതേ കണക്ക് MBയും കാര്യം പണ്ടത്തെ 3GB മെമ്മറി കാർഡും കൊണ്ട് കിടക്കുന്ന പ്രായം അല്ലെങ്കിൽ സമയം ഫോണുകൾക്ക് അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് 256GB പ്രോ വേരിയൻസിൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നുണ്ട്. അപ് ടു 1TB വരെ ഹയർ UFS 3.2 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ചിപ്സെറ്റ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല, ചിപ്സെറ്റിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അതേ കണക്കിന് ഇതൊരു 3mm പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി കൺസപ്ഷന് നല്ല രീതിയിൽ കുറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രോസസ്സർ സൈഡ്. പ്രോസസ്സർ യൂണിറ്റും അവർ നമ്മുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എങ്ങനെ സീംലെസ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കാര്യം എന്ന് വെച്ചാൽ അവർ ഭയങ്കര രീതിയിൽ എക്സൈറ്റഡ് ആണ്. റൂമേഴ്സ് പ്രകാരമൊക്കെ വലിയ രീതിയിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓൺ ബോർഡ് അറിയാൻ പറ്റിയിരിക്കുന്നത് വെച്ചാൽ ഓൺ ബോർഡ് തന്നെ ഒരു ടെക്സ്റ്റ് വീഡിയോ ജനറേറ്റിംഗ് ടൂൾ, എങ്ങനെ ടെക്സ്റ്റ് വീഡിയോ ജെമിനി നമ്മുടെ ഗൂഗിൾ VO3 കണക്കുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും വരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനൊക്കെ നല്ലൊരു പ്രോസസ്സർ യൂണിറ്റ് വേണം, അത് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, കമ്മിങ് ടു ദ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ വലിയ രീതിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒറ്റ ഡിവൈസിന് ഹാർഡ്വെയർ സൈഡ് നല്ല രീതിയിൽ അപ്ഡേറ്റ് കൊണ്ടുവന്നു. സോഫ്റ്റ്വെയർ സൈഡിൽ ഭയങ്കര രീതിയിലൊരു എൻഹാൻസ്മെൻറ്റ് റൂമർ കറങ്ങുന്നുണ്ട്. ഒരു സത്യമാണെങ്കിൽ അടിപൊളിയായിരിക്കും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ Pixel 10 വന്നിട്ട് ഇത്തവണ സാധാ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 2 ക്യാമറ സെറ്റപ്പിൽ നിന്ന് അവർ അപ്ഗ്രേഡായി 3 ക്യാമറ സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 48MB മെയിൻ ക്യാമറ, ഒരു 12MB അൾട്രാ വൈഡ്, ഒരു 10.8MB ടെലിസ്കോപ്പിക് ക്യാമറ. അതേപോലെ തന്നെ നമ്മുടെ പ്രോ വേരിയൻറ്റ് എന്ന് വെച്ചാൽ പ്രോ XL, പ്രോ ഫോൾഡ് കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ക്യാമറ സെറ്റപ്പ് എന്താണോ അത് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 50MB മെയിൻ ക്യാമറ, ഒരു 12MB അൾട്രാ വൈഡ് ക്യാമറ, ഒരു 48MB ടെലിസ്കോപ്പിക് ക്യാമറ. ഇതിലെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെലിസ്കോപ്പിക് ക്യാമറയിൽ അവർ നല്ല രീതിയിലൊരു അപ്ഗ്രഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും അവർ AI ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല.
ചില നമ്മുടെ ഇമേജ് ജനറേഷൻ ടൂളിൽ നമ്മളൊരു പിക്സൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്ലാരിറ്റി കുറഞ്ഞ ഒരു ഫോട്ടോ അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ക്ലാരിറ്റി കൂട്ടിയതായിട്ട് അപ്സ്കെയിൽ ചെയ്ത് തരും. അത് ഓൺ ഹൗസ് ഓൺ ബോർഡ് നമ്മളിപ്പോൾ ക്യാമറ എടുത്ത് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ അതിൽ തന്നെ ഇമേജ് ഓട്ടോമാറ്റിക്കലായിട്ട് AI പ്രോസസ്സ് ചെയ്തിട്ടുള്ളൊരു ഔട്ട്പുട്ട് തരും. അത് എക്സ്പെക്റ്റ് ടു ബി എ റൂബർ ആണ്. അത് ആപ്പിളിൽ അത് ഗൂഗിളിൽ കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതൊരു ഹാൻഡ്സ് ഓഫ് ക്യാമറ ഫീച്ചേഴ്സ് ആണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഗൂഗിൾ പിക്സലിൻ്റെ ഫോട്ടോ ക്ലാരിറ്റി അടിപൊളിയാണ്. വീഡിയോ ക്ലാരിറ്റി അത്ര നമ്മുടെ അണ്ണൻ്റെ അത്ര എത്തിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ കിടിലത്തിൻ്റെ അത്ര എത്തിയിട്ടില്ലെങ്കിലും ഫോട്ടോ ക്ലാരിറ്റി ടോപ്പ് നോച്ചാണ്. അവരെ ഈ AI ഫീച്ചേഴ്സ് AI എഡിറ്റിംഗ് ടൂളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അറിഞ്ഞുകൂടാത്ത ഒരാൾ ഈവൻ ഞാൻ ഫോട്ടോ എടുത്താൽ പോലും അടിപൊളിയായിരിക്കും പിക്സൽ 10 ഫോട്ടോ എടുത്താലെന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. ക്യാമറയൊക്കെ ടോപ്പ് നോച്ചാണ് ഗൂഗിൾ. അതിനെപ്പറ്റി വേറെ സംസാരവും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത് മെയിനായിട്ട് സംസാരിക്കാം, ആപ്പിളിനെ ഇങ്ങോട്ട് കോപ്പി അടിച്ചൊരു കാര്യമുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കുകയെന്ന് വെച്ചാൽ കമ്മിങ് സ്ട്രെയിറ്റ് അല്ല, കുറേ ആയി സ്ട്രെയിറ്റ്. അപ്പോൾ കമ്മിങ് ടു ദ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ്, ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഉള്ള ഫീച്ചേഴ്സ് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ നമ്മുടെ പ്രോ വേരിയൻറ്റിനൊക്കെ എക്സ്പെക്റ്റ് ടു ബി 20% മോർ ബാറ്ററി ലൈഫാണ്. എന്ന് പറഞ്ഞാൽ ഒരു 5200 എന്താണ് മെഗാ ഹെർട്സിൻ്റെ ബാറ്ററി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ആണ്. ഇതുവരെയായിട്ട് അത് റിവീൽ ചെയ്തിട്ട് എല്ലാ മോഡൽസിലും ഒരു 20% ഇൻക്രീസ് കൊടുക്കുന്നുണ്ടെന്നാണ് റൂമർ. ഈ ആൻഡ്രോയിഡ് ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള അറിവാണ് ഞാൻ ഇവിടെ എടുത്ത് വിളമ്പുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻ അപ്ഗ്രേഡ് ബാറ്ററി ഇതാണ്. ബാറ്ററിയിൽ സ്പീഡ് ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളും 26 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ്, വയർലെസ് 26 വാൾട്ടിൻ്റെ 39 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 26 വോൾട്ടിൻ്റെ വയർലെസ് ചാർജിങ്. പിന്നെ ഈ പ്രോയർ വേരിയൻസിൽ നമ്മുടെ ആപ്പിളിൻ്റെ മാക്സ്, ഞാൻ ആപ്പിളിൻ്റെ അടിച്ചു മാറ്റിയത് ആപ്പിളിൻ്റെ മാക്സ് സേഫിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ പടച്ചീന്ന് പറഞ്ഞ് ഒട്ടണം, ആ ഒരു സെറ്റപ്പ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് QI3 എന്നാണ് ടെക്നോളജി പേരിട്ടിട്ടുള്ളത്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഫോൺ റിലീസാകുമ്പോൾ നമുക്കറിയാം. എനിവേ ഇതുവരെ കിട്ടിയുള്ള റൂമർ പ്രകാരം ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഒട്ടുന്ന ഒരു മാക്സ് സേഫ് ആണ്, മാക്സ് സേഫ് കണക്കുള്ള സാധനമാണ് വരുന്നത്. ഇത് നമ്മുടെ മാക്സ് സേഫും കാര്യങ്ങളൊക്കെ കമ്പയറേറ്റ് ആയിട്ട് വർക്കാവും എന്നിട്ട് അറിയത്തില്ല, നമുക്ക് കണ്ട് തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു കാര്യം ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സിഗ്നിഫിക്കൻ്റ് അപ്ഗ്രേഡ് ആണ്. ചെറിയ രീതിയിൽ ചെറിയ ബാക്കി ഈ 240 വാട്ട്സും 300 വാട്ട്സും സപ്പോർട്ട് കൊടുക്കുന്ന ടൈമിൽ ആപ്പിൾ ഇപ്പോഴും 20 വാൾട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ടൈമിൽ ഇതൊരു മിഡ് റേഞ്ച് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് വലിയ കാര്യമുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ ഫോൺ ഇപ്പോൾ ലോ ബാറ്ററി ആയി. ഞാൻ ഇപ്പോൾ 10 മിനിറ്റ് ചാർജ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിലൊരു 5% പോലും ആവത്തില്ല. അതേ കണക്കുള്ള സിറ്റുവേഷനിൽ ആണ് ഒരു യൂസ്ഫുള്ളാണ്. പക്ഷേ ലോങ് ടൈം യൂസിനാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഭയങ്കര രീതിയിൽ 200-300 വാൾട്സിൻ്റെയൊക്കെ സപ്പോർട്ട് വരുവാണെങ്കിൽ നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനൊന്ന് മിനിമലൈസ് ചെയ്ത് അവർ കൊടുത്തിട്ടുണ്ട്. എങ്കിലും കുറച്ചും കൂടി അപ്ഗ്രേഡ് വരണമെന്നുണ്ട്. എനിവേ നമുക്ക് കണ്ട് തന്നെ അറിയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഏറ്റവും പുതിയ വെർഷൻസ് ഈ ഗൂഗിൾ പിക്സലിലായിരിക്കും റിലീസ് ചെയ്ത് വിടുന്നത്. അത് ഇത്തവണ നമ്മുടെ ഈ ഗൂഗിൾ പിക്സലിൻ്റെ G5 രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് വലിയൊരു രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരിക്കും വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ലീക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. എനിവേ അറിയാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ജെമിനിയും അതേ കണക്ക് ഗൂഗിൾ പിക്സൽ 10 നല്ലൊരു രീതിയിലൊരു ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ കണക്കിന് ഈ ടെക്സ്റ്റ് വീഡിയോ ഫീച്ചേഴ്സ് നമ്മുടെ ലൈക്ലി നമ്മുടെ Veo 3 ഒരു ഫ്രീ വെർഷൻ നമ്മുടെ ഫോണിൽ വാങ്ങിച്ച് ആഡ് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കും. അതിന് പെയ്ഡ് ആണോ അല്ല അതിനെപ്പറ്റി ഗൂഗിളിൻ്റെ AI പറ്റിയുള്ള വലിയ രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതുവരെയായിട്ട് അണ്ടർവെയിൽ ചെയ്തിട്ടില്ല. അവർ ഭയങ്കര രീതിയിൽ ഹിഡൻ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. എനിവേ എല്ലാവർക്കും അറിയാവുന്നത് ഇത്ര എനിക്കും അറിയാത്തുള്ളൂ. ഈ ടെക്സ്റ്റ് വീഡിയോ ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. ഒബ്വിയസ്ലി ജെമിനിയുടെ ഒരു ഡീപ്പർ വെർഷൻ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അതേ കണക്ക് തന്നെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ സൈഡ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് കണ്ട് തന്നെ അറിയണം. ഇനി ഞാൻ പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ഇവർ ആപ്പിളിനെ മോക്ക് ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രോ ഐഫോൺ 16, 17 സ്റ്റാർട്ടിങ് 14, 16, 15 എല്ലാ സാധനങ്ങളിലും വെച്ച് നോക്കുകയാണെങ്കിൽ പ്രോ വേരിയൻറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ട്. ഒബ്വിയസ്ലി ഈ ബാറ്ററി ചാർജ് നിൽക്കാത്ത ഇഷ്യൂവും പിന്നെ ഈ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഇഷ്യൂ ഒക്കെ വലിയൊരു ഡൗൺ സ്റ്റേഴ്സ് ആണ് ആപ്പിളിന്. പക്ഷേ അവരാ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അവരുടെ ഈ ചിപ്സെറ്റ് ഇൻറ്റഗ്രേഷനും കാര്യങ്ങളും അതേ കണക്ക് തന്നെ വീഡിയോഗ്രാഫി ഇപ്പോഴും ആപ്പിൾ കിങ് ആണ്. ഫോട്ടോഗ്രാഫിക്ക്
സാംസങ്ങും കാര്യങ്ങളൊക്കെയാണ് കിടിലം. സാംസങ്ങും ഗൂഗിളും ഒക്കെ കിടിലുമാണ്. എങ്കിലും വീഡിയോഗ്രാഫിക്ക് ആപ്പിളിനെ കളഞ്ഞിട്ട് വേറെ ഒരു പരിപാടി കണ്ടിട്ടില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു കണക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും വേറൊരു സോഫ്റ്റ്വെയറിലും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടാകുന്നിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ആപ്പിൾ ഒരു ഹെഡ് മോളിലായിരിക്കും. അവരെ പ്രോ വേരിയൻ്റ് ഒരു ഹെഡ് മോളിലായിരിക്കും. പിന്നെ അവരെ ഫോൾഡ് ഇതുവരെയായിട്ടും ഇറങ്ങിയിട്ടില്ല. വരും 2 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് സാധനം ഇറക്കും അവരുടനെ. ഇതുവരെയുള്ള കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ പ്രോ വേരിയൻറ്റ് എപ്പോഴും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബെസ്റ്റാണ്. കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇല്ലെങ്കിലും അവർ കിടിലമാണ് ആസ് എ ആപ്പിൾ ഫാൻ ബോയ്. ഇനി എൻ്റെ ഡൗൺ സൈഡ് പറയുവാണെങ്കിൽ എന്തുവാണ്, ആപ്പിളിൻ്റെ ലോവർ വേരിയൻറ്റ് ലൈക്ക് സ്റ്റാർട്ടിങ് ബേസ് വേരിയൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗൂഗിൾ പിക്സൽ 10 അല്ലെങ്കിൽ ഗൂഗിൾ പിക്സൽ 9 എല്ലാം ഗൂഗിൾ പിക്സൽ 10 വലിയൊരു അപ്ഗ്രേഡാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫോണ് അവരെ ഗൂഗിൾ പിക്സൽ ഇറക്കിയിട്ടുള്ള എല്ലാ ഫോണിനും സെയിം ചിപ്സെറ്റ് അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനൊരു വലിയ ഹാൻഡ്സ് ഓഫ്. അതേപോലെ തന്നെ പ്രോസസ്സിങ് യൂണിറ്റ് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. AI യൂണിറ്റ് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. 120 Hz ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ബേസ് വേരിയൻറ്റിൽ ഗൂഗിൾ പിക്സൽ 10 നമ്മുടെ ഐഫോൺ 16 അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള 16 അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന 17 പറ്റി ഞാൻ പറയുന്നില്ല. കാര്യം അതിലും ഈ 120 FPS ഒക്കെ വരുമെന്ന് പറയുന്നത്. എങ്കിലും അതിനെക്കാട്ടി ഒരുപടി മുകളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുകയാണ്. ഇറ്റ്സ് മൈ PY സൈനിങ് ഓഫ്.